ഇടുക്കി ജില്ലയുടെ വികസനത്തിൽ നിർണായക ശക്തിയായത് കേരള കോൺഗ്രസ് എമ്മിന്റെ രൂപീകരണവും പാർട്ടി നേതാക്കളുടെ വികസന കാഴ്ചപ്പാടുമാണെന്ന് സംസ്ഥാന ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് കട്ടപ്പന സൗത്ത് മണ്ഡലം നേതൃയോഗം വള്ളക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ല രൂപീകരിക്കുന്നതിന് കാരണമായത് കേരള കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന സമര പരമ്പരകളുടെ വിജയമാണെന്നും അതിനുശേഷം ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും കേരള കോൺഗ്രസിന്റെ വികസന കാഴ്ചപ്പാടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതുപോലെ ഒരു സമ്മേളനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഹ്വാനിച്ചു. അതിനകത്ത് അങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു. മാണിസാറിൻ്റെ പേര് പരാമർശിച്ചത് എന്നെ സത്യത്തിൽ വളരെയേറെ പഴയകാല ഓർമ്മകളിലേക്ക് നയിച്ചു. ഒരുപക്ഷെ മലയാള കർഷകരുടെ മുമ്പിൽ ഒരു നേതാവ് എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു കൊടുത്ത് വഴികാട്ടിയായി സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്ത് നയിച്ച ഒരു നേതാവിൻ്റെ ഓർമ്മകളിലേക്കാണ് ഞാൻ കടന്നുപോയത്. യോഗത്തിൽ മണ്ഡല പ്രസിഡന്റ് ബിജു വാടപ്രാടി അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് മനോജ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നൊരുക്കം എന്ന പേരിൽ ജില്ലയിലാകമാനം നടക്കുന്ന കുടുംബയോഗങ്ങളുടെയും മേഖലാതല യോഗങ്ങളുടെയും ഭാഗമായിട്ടാണ് കട്ടപ്പന വള്ളക്കടവിലും സൗത്ത് മേഖല യോഗം നടന്നത്. കണ്ണമുണ്ടയിൽ ജോയിച്ചന്റെ ഭവനത്തിൽ വെച്ചാണ് നേതൃയോഗം നടന്നത്. നിരവധി നേതാക്കൾ പങ്കെടുത്തു. ജോമോൻ പൊടിപാറ, ജോസ് ഇട്ടിയിൽ, തങ്കച്ചൻ വാലിമേൽ, സോബിൻ, മാത്യു വാലിമേൽ, ബിനോയ് കളത്തുങ്കൽ, ടെസിൻ കളപ്പുര, ജോയി ഞാവള്ളിക്കുന്നേൽ, സജീവ് വാലിമേൽ, ബാബു തൊട്ടിയിൽ, ഷിമിച്ചൻ ചക്കാലയിൽ, ഡേവിസ് തളിയിൽ, സെബാസ്റ്റ്യൻ കൊല്ലംപറമ്പിൽ, ജോമറ്റ ഇളന്തുരുത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.